ഇന്ന് രാവിലെ നമ്മുടെ ഫാമിലേക്ക് ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. നമുക്ക് 4 കോഴി കുഞ്ഞുങ്ങളെ കൂടെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പോലുള്ള ചെറിയ ഫാം ഉടമകൾ എന്തുകൊണ്ടാണ് കോഴികളെ വളർത്തി വളരെയധികം നഷ്ടത്തിലേക്ക് വന്ന് ഭവിക്കുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ കുറച്ച് റീസൺസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ബ്രോയിലർ സ്റ്റാർട്ടറിൻ്റെ തീറ്റയാണെങ്കിലും അല്ലാതെ നോർമൽ സ്റ്റാർട്ടറിൻ്റെ തീറ്റയാണെങ്കിലും അതോടൊപ്പം തന്നെ ലെയർ മാഷിൻ്റെ തീറ്റയാണെങ്കിലും ഇതെല്ലാം വളരെയധികം വലിയ റേറ്റിലാണ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രോയിലർ സ്റ്റാർട്ടർ ആണെങ്കിൽ 45 മുതൽ 48 രൂപയും അതോടൊപ്പം തന്നെ ലെയർ മാഷ് ആണെങ്കിൽ 32 മുതൽ 35 രൂപയുമാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വില. ഈ ഒരു വിലയ്ക്ക് നമ്മൾ തീറ്റകൾ മേടിച്ച് കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ മുട്ടകൾ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് ലാഭമൊന്നും അധികം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോഴികൾക്കുണ്ടാവുന്ന ഇത്തരം അസുഖങ്ങളാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴികളുടെ ചത്തുപോകലാണെങ്കിലും ഇതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കാത്ത പക്ഷം നമ്മളിൽ നിന്നും അധികം നഷ്ടം തന്നെയാണ് ഉണ്ടാവുക. അതായത് നമുക്ക് ചൂട് കൂടി വരുമ്പോഴാണെങ്കിലും അല്ലാത്ത പക്ഷം മഴ കൂടി വരുമ്പോഴാണെങ്കിലും ഇവർക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിന് വരാതിരിക്കാനുള്ള മെഷേഴ്സാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ ുള്ള സാധ്യത വളരെയധികം കുറവാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ചെറിയ ഫാം നടത്തുന്ന എല്ലാ സുഹൃത്തുക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിലും കോഴികളെ വളർത്തുകയാണെങ്കിലും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ കോഴികളെ വളർത്തുന്നത് എന്നുള്ള ബോധ്യം ആദ്യം നമുക്ക് തന്നെ വന്നു ചേരേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ മുട്ടകൾക്ക് വേണ്ടി വളർത്തുന്ന കോഴികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന കോഴികളാണെങ്കിൽ അതിന് തത്തുല്യമായ പരിചരണം കൊടുക്കുകയും വളരെ അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ഇതിൽ നിന്നൊക്കെ നമ്മൾ മുടക്കുന്ന മുതലിന് ഒരു റിട്ടേൺസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും നടത്തുന്ന ബ്രോയിലർ ഫാമിംഗ് മെത്തേഡിൽ പലരും അധികം നഷ്ടം വരാതെ ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് മെത്തേഡിലൂടെയാണ്. അതായത് കമ്പനിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഫാം നടത്തി പോകുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഏരിയയും അതോടൊപ്പം തന്നെ കോഴികളെ വളർത്താനുള്ള ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയെ സമീപിച്ച് അവരിൽ നിന്നും കുഞ്ഞുങ്ങളെയും അതോടൊപ്പം തന്നെ തീറ്റയും ആവശ്യപ്പെടാവുന്നതാണ്. അവർ നമുക്ക് അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു തരും. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി 35-40 ദിവസം ആകുമ്പോൾ തന്നെ കമ്പനി തന്നെ വന്ന് ഈ കോഴികളെ എടുത്തുകൊണ്ട് പോയി സപ്ലൈ ചെയ്ത് തൂക്കത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു വില നമ്മളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാമിംഗ് മെത്തേഡിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നടത്തിപ്പുകാർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും വലിയ ലാഭമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെപ്പോലുള്ള ചെറിയ ഫാമിംഗ് നടത്തുകയാണെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കോഴികൾക്കാണെങ്കിലും മെയിനായിട്ട് തീറ്റകൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തേങ്ങാ പിണ്ണാക്കാണ്. അതോടൊപ്പം തന്നെ വീട്ടിലെ വേസ്റ്റ് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബിയർ വേസ്റ്റ് കൊടുക്കാവുന്നതാണ്, വാഴത്തട കൊടുക്കാവുന്നതാണ്, മുരിങ്ങ ഇല കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുകയും കൊടുത്തിട്ടാണ് നമ്മുടെ കോഴികളെല്ലാം നിലനിർത്തി പോകുന്നത്. അല്ലാത്ത പക്ഷം ഇവർക്കെല്ലാവർക്കും നമ്മൾ ചാക്കായിട്ട് ഇതുപോലെ തീറ്റകൾ മേടിച്ച് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഒരു കാരണവശാലും നമുക്ക് നാളെയും ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ ഫാമിൻ്റെ ഒരു സവിശേഷത എന്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോഴികളെല്ലാം നമ്മൾ തുറന്നു വിട്ടാണ് വളർത്തുന്നത്. അതിൽ നിന്നുണ്ടാവുന്ന ചെറിയൊരു ലാഭത്തിലാണ് നമ്മുടെ ബിസിനസ് വീണ്ടും മുന്നിലേക്ക് പോകുന്നത്. ലാഭമെന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭദ്രതയല്ല. എന്നിരുന്നാലും കയ്യിൽ നിന്നുണ്ടാവുന്ന നഷ്ടത്തിൻ്റെ അളവ് വളരെ ചെറുത് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ എവിടെയാണ് വിൽക്കുന്നത്, കോഴികൾക്ക് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്, കോഴികളെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്ന് പല സുഹൃത്തുക്കളും കമൻ്റായിട്ടും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കോൾ ചെയ്തും ചോദിക്കാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട പലവർക്കും കണ്ടവർക്ക് എല്ലാവർക്കും നമ്മൾ കമൻറ്റിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളതാണ്. പലപ്പോഴും പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കാറുണ്ട്. അവരെല്ലാം നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. കാര്യം ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോൾ ഫാമിങ്ങിലേക്ക് കടന്നു വന്നിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളോട് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറുണ്ട്. അതിലെല്ലാം സന്തോഷം തന്നെയാണ്. കാര്യം ഇതുപോലുള്ള ചെറിയ ഫാമിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണെങ്കിലും അധികം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്ത ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും പകൽ ടൈമിൽ തന്നെ വിളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിക്കാതിരിക്കുക. കോഴികളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കാണെങ്കിലും അഭിപ്രായത്തിനാണെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത നമ്മുടെ കാര്യവിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കാതിരിക്കുക. കാരണമെന്ന് പറയുന്നത് ഒത്തിരി വർക്കുകൾക്കിടയിൽ നമ്മൾക്ക് ഇതും കൂടെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ പലപ്പോഴും എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള മറുപടികൾ കൊടുക്കാൻ പറ്റി എന്ന് നമുക്ക് വരില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ ഫാമിലെ യാത്രകൾ മുന്നോട്ട് പോവുകയാണ്. കോഴി വളർത്തലും കോഴി വളർത്തലിൻ്റെ മറ്റ് സമ്പ്രദായങ്ങളുമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുവരെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സപ്പോർട്ട് അറിയിച്ചതിന് നന്ദി. എല്ലാ സുഹൃത്തുക്കൾക്കും കാര്യമായി എന്തെങ്കിലും സംശയമോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഫോൺ വിളിക്കാവുന്നതുമാണ്. അതിലൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഉള്ളതല്ല. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു സോ മച്ച്.